ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ഫസ്റ്റ് സെമസ്റ്റർ PG ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്കണോമി, പൊളിറ്റി ആൻഡ് സൊസൈറ്റി എന്ന പേപ്പറിലെ ബ്ലോക്ക് 4 യൂണിറ്റ് 1 ഗ്ലോബൽ മാർക്കറ്റിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിവേഗം വികസിച്ചു കൊണ്ടിരിക്കുന്ന ബിസിനസ് വർദ്ധിച്ച മത്സരം, ബിസിനസ്സുകളുടെ ആഗോളവൽക്കരണം, ആഗോള വ്യാപാര തന്ത്രങ്ങൾ എന്നിവ കാരണം വിപണിയിലെ വ്യാപാരം എന്ന പരമ്പരാഗത ആശയം കാര്യമായ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. പ്രാദേശിക ഉപഭോഗത്തിനായുള്ള ചരക്കുകളുടെയും സേവനങ്ങളുടെ നിർമ്മാണത്തിന് പ്രാഥമികമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ആഭ്യന്തര വിപണികൾ ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലെ ആളുകൾക്ക് ആവശ്യം നിറവേറ്റുന്നതിനായി വികസിച്ചു കൊണ്ടിരിക്കുന്നു. ആഭ്യന്തര വിപണിയിൽ നിന്നും ആഗോള വിപണികൾക്കുള്ള ഈ മാറ്റം ബിസിനസ് പ്രവർത്തനങ്ങൾ, ഉൽപാദനം, ഗുണനിലവാര നിയന്ത്രണം, ആഭ്യന്തരം, അന്തർദേശീയ നയങ്ങൾ, അന്താരാഷ്ട്ര വിപണിയിലെ മത്സരം തുടങ്ങിയ മേഖല നിരവധി വെല്ലുവിളികൾ ഉയർത്തിയിട്ടുണ്ട്. ആഗോള വിപണിയിൽ നിന്നും ഉയർന്നു വരുന്ന ഏറ്റവും ശക്തമായ വെല്ലുവിളിയിൽ ഒന്നാണ് വളർന്നു വരുന്ന വിപണികളിലെ ഈ മാറ്റം. ആഭ്യന്തര വിപണിയിൽ നിന്നും അന്താരാഷ്ട്ര വിപണിയിലേക്കുള്ള ഈ മാറ്റം ബിസിനസ്സുകൾ പ്രവർത്തിക്കുന്ന രീതി പുനർനിർമ്മിക്കപ്പെട്ടു. ഉൽപാദന ചെലവ്, ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം, ബ്രാൻഡിങ്, നികുതികള്, വില നിർണയം, സാംസ്കാരിക ധാരണകൾ, ബ്രാൻഡ് തുടങ്ങിയ വിവിധ ഘടകങ്ങളിൽ ആഗോള സ്ഥാപനം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ആഗോള സ്ഥാപനം നിലനിൽപ്പിനെയും വിജയത്തെയും സാരമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ പ്രവർത്തനമായ തടസ്സങ്ങൾക്കും വെല്ലുവിളിക്കും പുറമെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം, ബ്രാൻഡിങ്, വില നിർണയം, ചില്ലറ വിൽപ്പന ചെലവ് എന്നിവയെ സ്ഥാപനങ്ങൾ മത്സരിക്കാനും ഇടവാക്കി. എന്താണ് ഗ്ലോബൽ മാർക്കറ്റ്? ഡയാലിന്റെ 2015 നിർവചിച്ചിട്ടുള്ള ആഗോള വിപണികൾ രാജ്യത്തുടനീളം ചരക്കുകളും സേവനങ്ങളും അല്ലെങ്കിൽ അവയുടെ മൂല്യം എന്നിവ ഉൾപ്പെടുന്ന സാമ്പത്തിക ഇടപാടുകളുടെ വ്യാപാരത്തെ ഉൾക്കൊള്ളുന്നതാണ്. മനുഷ്യ ചരിത്രത്തിൽ ഉടനീളം ആഗോളവൽക്കരണം എന്ന ആശയം നിലവിലുണ്ട്. പുരാതന കാലം മുതൽ സാമൂഹ്യത്തിൽ ഭട്ടർ സമ്പ്രദായങ്ങൾ ഏർപ്പെട്ടിരുന്നു. അവരുടെ സമൃദ്ധിയും ദൗർലഭ്യങ്ങളും അടിസ്ഥാനമാക്കി ചരക്ക് വ്യാപാരം നടത്തുന്ന ഒരു പ്രക്രിയയാണിത്. സാങ്കേതിക വിദ്യയുടെ നേതൃത്വത്തിന്റെ വിവിധ രൂപങ്ങളിലായി പുരോഗതിയുടെ ഒപ്പം നാണയങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു പണവ്യവസ്ഥയിലേക്ക് വ്യാപാരം മാറിയതാണ്. കാലക്രമേണ അന്താരാഷ്ട്ര വ്യാപാരം വിവിധ ഘട്ടങ്ങളിലൂടെ വികസിച്ചു. ഇന്ന് അത് രാജ്യങ്ങളും സ്ഥാപനങ്ങളും തമ്മിലുള്ള ഇടപാടുകൾക്ക് നിയമപരമായ ഔപചാരികമായ ആശ്രയിച്ചിരുന്നു. ജനസംഖ്യയുടെ വളർച്ച, ലോകമെമ്പാടുമുള്ള ആളുകളുടെ വൈവിധ്യമാർന്ന ആവശ്യങ്ങൾ, ആഗോള വിപണിയിലെ ക്രമേണ വികസിപ്പിക്കാനുള്ള കാരണങ്ങൾ, ലോകമെമ്പാടുമുള്ള പ്രവൃത്തിയും സ്ഥാപനങ്ങൾക്ക് കടുത്ത മത്സരം വളർത്തിയെടുക്കാൻ ആഗോളവൽക്കരണത്തിന് സാധിച്ചിട്ടുണ്ട്. ആഗോളവൽക്കരണ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ ആണ് ഫസ്റ്റ് പറയുന്നത്. ഇതിലൂടെ എന്താണ് വ്യക്തമാക്കുന്നത് ശ്രമിച്ചാല്, ആഗോള വിപണന ഇടപാടുകൾ വലിയ തോതിൽ നടക്കുന്നു. ഇത് നിർമ്മാതാക്കൾക്ക് സമ്പദ് വ്യവസ്ഥയിൽ നിന്നും പ്രയോജനം നേടാൻ പ്രാപ്തരാക്കുന്നു. ഗതാഗതം തുടങ്ങിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യൽ ബന്ധപ്പെട്ട സമ്പദ് വ്യവസ്ഥകൾ പ്രചോദനപ്പെടുത്താൻ ഈ മൊത്ത വ്യാപാര സമീപനം കമ്പനികളെ അനുവദിക്കുകയാണ് ചെയ്തത്. അടുത്തത് നോക്കുകയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് മൾട്ടിനാഷണലിസം. അന്താരാഷ്ട്ര വിപണിയിൽ ബഹുരാഷ്ട്ര കുത്തകകൾക്ക് ഒരു പ്രധാന പങ്ക് തന്നെയുണ്ട്. അവരുടെ വിപുലമായ ആഗോള കോണ്ടാക്റ്റുകളും കണക്ഷനുകളും ഉപയോഗിച്ച് അവരുടെ ബിസിനസ് ആഗോള തലത്തിൽ വികസിപ്പിക്കാനുള്ള കഴിവുണ്ട്. മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ആഗോള സമീപനങ്ങളുമായി ഒരു കമ്പനികൾ സമർത്ഥമായി പൊരുത്തപ്പെടുകയും അവരുടെ പ്രവർത്തനങ്ങൾ കാര്യമായി കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നതാണിത്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് സെൻസിറ്റീവ് ക്യാരക്ടർ. രാഷ്ട്രീയം സാമ്പത്തികമായ അവസ്ഥകൾക്ക് മാറുന്നത് പോലെ ഘടകങ്ങൾ വിവിധ രാജ്യങ്ങൾ ഒരു ഉൽപ്പന്നത്തിന് അനുയോജ്യമായ രീതിയിൽ സാരമായി ബാധിക്കുന്നു. കൂടാതെ എതിരാളികൾ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയിലെ പുരോഗതി ഉൽപ്പന്ന വിൽപ്പനയെ നേരിട്ടോ അല്ലാതെയോ ബാധിക്കുന്നുണ്ട്. യൂസ് അഡ്വാൻസ്ഡ് ടെക്നോളജി. സാങ്കേതിക രംഗത്തെ ഈ മുന്നേറ്റം അന്തർദേശീയ വിപണിയുടെ ഒരു സവിശേഷതയാണ്. സാങ്കേതിക വിദ്യ അനുദിനം വികസിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ആഗോള വിപണിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ മത്സരം തീവ്രമായതിനാൽ അന്താരാഷ്ട്ര വിപണി നിലവാരം പുലർത്തുകയും ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നൽകുന്നതിന് അതീവ ബോധമുള്ളവരായി തീരുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പോയിന്റ് നീഡ് ലോങ് ടേം പ്ലാനിങ് ആണ്. സങ്കീർണമായ അന്താരാഷ്ട്ര മത്സരത്തിന് ആഗോള താപനത്തിൽ ഒരുപാട് ദീർഘകാല ആസൂത്രണങ്ങൾ ആവശ്യമാണ്. ഫ്യൂച്ചർ പ്ലാനിങ്ങും പ്രൊഡക്ഷനും ഒക്കെ ഇതിൽ പെടുന്നതാണ്. ഇനി ഡെവലപ്മെന്റ്, കൾച്ചർ റിലേഷൻ ആൻഡ് മെയിൻറ്റെയിൻ വേൾഡ് പീസസ്.
ആഗോള വിപണികൾ സാംസ്കാരിക ബന്ധങ്ങളെ വികസനം പ്രോത്സാഹിപ്പിക്കുകയും ലോക സമാധാനം നിലനിർത്തുന്നതിന് സംഭാവന നൽകുകയും ചെയ്യുന്നുണ്ട്. അന്താരാഷ്ട്ര വ്യാപാരത്തിലൂടെ വിനിമയത്തിലൂടെയും അവർ വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾക്കിടയിൽ ആശയവിനിമയവും ധാരണയും പ്രോത്സാഹിപ്പിക്കുന്നു. വ്യത്യസ്ത കാഴ്ചപ്പാടുകളോടുള്ള സഹിഷ്ണുതയും വിലമതിപ്പും പ്രോത്സാഹിപ്പിക്കുന്നു. ആഗോള വിപണിയിലെ സാമ്പത്തിക പരസ്പര ആശ്രയത്വവും സഹകരണവും രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനപരം ബന്ധത്തിന് വലിയൊരു കാരണമായിട്ടുണ്ട്. ഇനി ഗ്ലോബൽ മാർക്കറ്റിന്റെ സ്കോപ്പ് ആണ്. മാർക്കറ്റ് എക്സ്പാൻഷൻ ആൻഡ് ആക്സസ് ടു അഡ്വൈസർ കസ്റ്റമർ ബേസ്. ആഗോള സമ്പദ് വ്യവസ്ഥ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. ഞങ്ങളുടെ ഉൽപ്പന്നങ്ങളും സേവനവും മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കപ്പെടാനും സാധിക്കുന്നു. ഇതിലൂടെ രാജ്യങ്ങൾ തമ്മിൽ ആശയവിനിമയത്തിലും വ്യക്തികൾക്കിടയിലും പുതിയ സാമൂഹ്യ സാഹചര്യങ്ങൾ ഉടലെടുക്കാനും കാരണമായിട്ടുണ്ട്. രാജ്യത്തിന്റെ പുരോഗതിക്ക് ജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത നിലവാരം, വിദ്യാഭ്യാസ യോഗ്യത എല്ലാം ആഗോളവൽക്കരണത്തിലൂടെ നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇനി എടുത്തു നോക്കണം, ആഗോളവൽക്കരണത്തെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ഗ്ലോബൽ ബ്രാൻഡിങ് ആൻഡ് പൊസിഷനിങ്. രാജ്യങ്ങൾക്കിടയിൽ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും കൈമാറ്റം, പുതിയ ബ്രാൻഡ് തുടങ്ങിയവയൊക്കെ വഴിയൊരുക്കിയിട്ടുണ്ട്. വ്യക്തികൾ രാജ്യങ്ങൾ സ്വന്തമായി ബ്രാൻഡ് ഉൽപ്പാദിപ്പിക്കുകയും അത് രാജ്യമെമ്പാടും വികസിപ്പിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് രാജ്യങ്ങൾക്കിടയിലെ ആധിപത്യം സ്ഥാപിക്കുന്നതിനും മെച്ചപ്പെട്ട ഒരു സ്ഥാനം നിലനിർത്തുന്നതിനും സാധിച്ചു. വിപണി മേഖലയിൽ ഇത്തരം ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ വൻതോതിൽ ഡിമാൻഡും മത്സരങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. വ്യക്തികൾ കൂടുതലും ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും തങ്ങളുടെ സമ്പത്ത് പ്രതിഷ്ഠിപ്പിക്കാനും സമൂഹത്തിൽ ഒരു സ്ഥാനം നിലനിർത്താൻ വേണ്ടിയിട്ടുമാണ് ഇത്തരം ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ തന്നെ ചൂസ് ചെയ്യുന്നത്. ഇത് ആഗോള തലത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ ചെറുതൊന്നുമല്ല. ഒരുപാട് ബ്രാൻഡുകൾ സമൂഹത്തിൽ തന്നെ ഉണ്ട്. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ രാജ്യങ്ങൾക്കിടയിലെ ഈ ചരക്കുകളുടെയും സേവനം കൈമാറ്റ സമ്പത്ത് വ്യവസ്ഥയിൽ മാത്രമല്ല സാമൂഹ്യ സാംസ്കാരികപരമായ മേഖലയിലും വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പാശ്ചാത്യ സംസ്കാരങ്ങൾ സ്വീകരിക്കുകയും അതിനെ പിന്തുടരുകയും ചെയ്യുന്നതിലൂടെ മറ്റു രാജ്യങ്ങളെ നമ്മൾ അനുകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നിലവിലുള്ള നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ നേരിയ തോതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഭാഷ, വസ്ത്രധാരണ രീതി, ഭക്ഷണം, ആചാരങ്ങൾ, വിശ്വാസങ്ങള് എന്നിവയിൽ ഇത് സാരമായിട്ട് മാറ്റം തന്നെ സൃഷ്ടിച്ചു. മാത്രമല്ല ഓരോ രാജ്യവും നമ്മുടെ രാജ്യത്ത് നിന്ന് നിയമപരമായ കാര്യങ്ങളും കടം കൊണ്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് പല നിയമങ്ങളും ചട്ടങ്ങളും മറ്റു രാജ്യങ്ങളിൽ നിന്നും നമ്മൾ കടമെടുത്ത സംഭവങ്ങളാണ്. അടുത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്ലാനിങ് ആൻഡ് ഗ്ലോബൽ എക്സ്പെൻഷൻ. ആഗോളവൽക്കരണം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്ത് നിന്നും മറ്റു രാജ്യത്തേക്ക് കാര്യങ്ങൾ നടത്താനും സേവനങ്ങൾ അനുഷ്ഠിക്കാനും ധാരാളം കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഈ ഒരു കാര്യം നോക്കുന്നതോടുകൂടി നമ്മൾ മറ്റു രാജ്യങ്ങളുമായിട്ട് നല്ലൊരു ബന്ധവും നല്ലൊരു ധാരണയാണ് നിലനിർത്തുന്നത്. ഇതൊരു ആഗോളവൽക്കരണത്തിന്റെ കടന്നുകയറ്റത്തെ അഥവാ കുടിയേറ്റത്തെ ഒരു രീതിയിൽ സ്വാധീനിക്കാൻ പറ്റിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോയാൽ നമുക്ക് പാസ്പോർട്ട് വേണം, വിസ വേണം, അത് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തു നിന്ന് മറ്റു രാജ്യത്തേക്കുള്ള കുടിയേറ്റത്തെ നിയന്ത്രിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ചരക്കുകളുടെയും സേവനങ്ങളുടെ ആണെങ്കിലും ഇത് കൈമാറ്റം ചെയ്യുന്നതിന് ഒരുപാട് നിയമങ്ങൾ നിലനിൽക്കുന്നു. ഇത് രാജ്യങ്ങളുടെ സുഖകരമായ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനത്തിനും സാമ്പത്തിക ഇടപെടലിനുമാണ് കാരണമായത്. ഇന്റർനാഷണൽ മാർക്കറ്റിംഗ്, റിസർച്ച് ആൻഡ് അനലൈസിംഗ്. ആഗോള സമ്പദ് വ്യവസ്ഥ എല്ലായ്പ്പോഴും ഗവേഷണത്തിനും പരീക്ഷണത്തിനും വിധേയമാണ്. ആഗോളവൽക്കരണം ഏതെല്ലാം രീതിയിൽ മാറ്റം വരുത്തുന്നു എന്ന്, അതും സമൂഹത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് ഈ ഒരു അനലൈസ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി ഫാക്ടേഴ്സ് അസസിങ് ഗ്ലോബൽ മാർക്കറ്റിംഗ്. മാർക്കറ്റ് സൈസ് ആൻഡ് ഗ്രോത്ത് ആണ്. എന്ന് വെച്ചാല് ഒരു വിപണിയുടെ സാധ്യതകൾ നിർണ്ണയിക്കാൻ ബിസിനസ്സുകൾക്കോ വിപണി വലുപ്പവും വളർച്ചയും നിരക്കും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. രാജ്യതലത്തിലുള്ള ജനസംഖ്യാപരമായ ഡാറ്റ എളുപ്പത്തിൽ ലഭ്യമാകണമെങ്കിലും കമ്പനികൾ യഥാർത്ഥ ഉൽപ്പന്നങ്ങൾ, വിപണി വിവരങ്ങൾ പരിഗണിക്കണം. ഉപഭോക്താക്കൾക്ക് പ്രത്യേകിച്ച് വളർന്നു വരുന്ന വിപണികളിൽ ആഗോള ബ്രാൻഡുകളെ കുറിച്ചുള്ള അവരുടെ ധാരണ പോലെ നേരിടുന്ന ഉൽപ്പന്നങ്ങളുടെ ആനുകൂല്യങ്ങൾക്കപ്പുറമുള്ള ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് പലപ്പോഴും അവരുടെ ഉപഭോഗം തീരുമാനിക്കപ്പെടുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ കണ്ടക്സ്റ്റസ്. ഒരു രാജ്യത്തിന്റെ സ്ഥാപനപരമായ സന്ദർഭങ്ങൾ വിശകലനം ചെയ്യുന്നത് ഒരു ചട്ടക്കൂട് ഗവേഷകർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ചട്ടക്കൂട് രാഷ്ട്രീയവും സാമൂഹ്യമായ വ്യവസ്ഥകൾ തുറന്നായ ഉൽപ്പന്നങ്ങൾ വിപണികൾ, തൊഴിൽ വിപണികൾ, മൂലധന വിപണികൾ എന്നിവ ഉൾപ്പെടെ വിവിധ മാനങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഈ അളവുകൾ വിശകലനം ചെയ്യുന്ന ഒരു പ്രത്യേക രാജ്യത്തിന്റെയോ പ്രദേശത്തിന്റെയോ സ്ഥാപനപരമായ ലാൻഡ്സ്കേപ്പ് മനസ്സിലാക്കാൻ ബിസിനസ്സുകളെ സഹായിക്കുന്നതാണ്. കമ്പാറ്റീവ് എൻവിറോൺമെന്റ്. വളർച്ചാ തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിന് പ്രാഥമിക എതിരാളികളെ വിലയിരുത്തുന്നതും സമഗ്രമായ ഒരു മത്സര വിശകലനം നടത്തുന്നതും നിർണായകമാണ്.
എതിരാളികളുടെ ശക്തിയും ബലഹീനതയും വിശകലനം ചെയ്യുന്നതിലൂടെ ബിസിനസ്സുകൾ വ്യത്യസ്തമായ തന്ത്രപരമായ സ്ഥാനനിർണയത്തിനുള്ള അവസരങ്ങളും തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഇനി കൾച്ചറൽ, അഡ്മിനിസ്ട്രേറ്റീവ്, എക്കണോമിക് ആൻഡ് ജിയോഗ്രഫിക്കൽ. ബിസിനസ്സുകൾ അവരുടെ ഹോം മാർക്കറ്റുകൾ, ടാർഗറ്റ് മാർക്കറ്റുകൾ തമ്മിലുള്ള സാംസ്കാരിക, ഭരണ, ഭൂമിശാസ്ത്ര, സാമ്പത്തിക അകലയെ പരിഗണിക്കണം. പ്രാദേശിക മാർക്കറ്റിൽ ഇന്റലിജൻസ് ശേഖരിക്കുന്നത് വിപണിയുടെ സാധ്യതയുടെ വലുപ്പം, വളർച്ച നിരക്ക്, പ്രധാന വിജയ ഘടകങ്ങൾ എന്നിവയെ കുറിച്ചുള്ള വിലപ്പെട്ട ഉൾക്കാഴ്ചകളും നൽകുന്നു. ഒരു നിർദ്ദേശ വിപണിയിൽ പ്രവർത്തിക്കുന്ന തനതായ സവിശേഷതകളും വെല്ലുവിളികളും മനസ്സിലാക്കാൻ ഈ വിവരങ്ങൾ ബിസിനസ്സുകാരെ സഹായിക്കുന്നു. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ കൺസ്യൂമർ ക്ലാസ്സസ്. ഉപഭോഗ ക്ലാസുകൾ എന്നത് വ്യക്തികളുടെയും ഗ്രൂപ്പുകളുടെയും അവരുടെ ഉപഭോഗ രീതികളുടെ വാങ്ങൽ ശേഷിയെയും അടിസ്ഥാനത്തിൽ എങ്ങനെ തരം തിരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന പ്രക്രിയയാണ്. ഈ ക്ലാസുകൾ സമൂഹത്തിലെ സാമ്പത്തിക മാനങ്ങളെ കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നൽകുകയും കമ്മ്യൂണിറ്റിക്കുള്ളിൽ നിലനിൽക്കുന്ന സാമൂഹ്യ വർഗീകരണത്തിന് വെളിച്ചം വീശുകയാണ് ചെയ്തത്. ഉപഭോഗ ക്ലാസുകളിൽ വ്യക്തികളോ ഗ്രൂപ്പുകളോ അവർ എങ്ങനെ ഉപഭോഗ അടിസ്ഥാനമാക്കി ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നുവെന്നും സമാന ഉപഭോഗ രീതികളെ വാങ്ങാൻ ശേഷിയുള്ള ആളുകളെ പല സവിശേഷ അനുഭവങ്ങളും പങ്കിടാൻ പ്രവണത കാണിക്കുന്ന എന്ന ആശയമാണ് ഇത് എടുത്തു കാണിക്കുന്നത്. വിഭവങ്ങളിലേക്കും അവസരങ്ങളിലേക്കുമുള്ള വ്യക്തിയുടെ പ്രവേശനത്തെ സ്വാധീനിക്കുന്ന സാമൂഹ്യ സാമ്പത്തിക ഘടകങ്ങളെ രൂപപ്പെടുന്നതാണ് ഈ ക്ലാസുകൾ. വരുമാനം, സമ്പത്ത്, തൊഴില്, വിദ്യാഭ്യാസം എന്നിവ ഒരു വ്യക്തിയെ ഉപഭോഗ വർഗത്തെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമാണ്. സാമ്പത്തിക സ്ഥിതിയിലെ ഈ മാറ്റങ്ങൾ താഴ്ന്ന അവസ്ഥയിൽ നിന്നും ഉയർന്ന അവസ്ഥയിലേക്ക് ജനങ്ങളെ മാറ്റുന്നുണ്ട്. ഉയർന്ന ജീവിത നിലവാരം പുലർത്താനും ഉയർന്ന ജീവിത സാഹചര്യം നിലനിർത്താനും ശ്രമിക്കുന്നു. ഉപഭോക്താക്കൾ തങ്ങളുടെ താഴെ അവസരം ഉയർന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട ഉൽപ്പന്ന വസ്തുക്കൾ വാങ്ങുകയും വിൽക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ തിയറീസ് ആണ്. ഈ ഗ്ലോബൽ മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരുപാട് തിയറീസ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് മാക്സിയം തിയറിയാണ്. അതിൽ ഫസ്റ്റ് പറയുന്ന പോയിന്റ് ക്ലാസ് സ്ട്രക്ചർ ആണ്. മാർക്സിന്റെ സിദ്ധാന്തം അനുസരിച്ച് സമൂഹം രണ്ട് പ്രധാന വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ബൂർഷ്വാസി അഥവാ മുതലാളിത്ത വർഗവും തൊഴിലാളിത്ത വർഗവും. ഉൽപാദന ഉപാധികളുടെ ബന്ധത്തെയാണ് ഈ വർഗങ്ങളെ നിർവചിക്കുന്നത്. ഉൽപാദന ഉപാധികൾ സ്വന്തമാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതാണ് ബൂർഷ്വാസികൾ. തൊഴിലാളി വർഗത്തിന്റെ അധ്വാനത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് സമ്പത്ത് ശേഖരിക്കുന്നത്. ഉൽപാദന ഉപാധികളില്ലാത്ത തൊഴിലാളി വർഗം അതിജീവനത്തിനായി തങ്ങളുടെ അധ്വാന ശേഷി വിൽക്കുന്നതിനെയാണ് ആശ്രയിക്കുന്നത്. എക്കണോമിക് ഡിറ്റർമിനൻറ്റ്സ്. ഉപഭോക്തൃ വസ്തുക്കൾ പ്രാഥമികമായി നിർണ്ണയിക്കുന്നത് സാമ്പത്തിക ഘടകങ്ങളും ഉൽപ്പന്നങ്ങളുമാണ് എന്ന് മാർക്സ് തന്റെ സിദ്ധാന്തത്തിലൂടെ പറയുന്നു. വിഭവങ്ങൾ, ചരക്കുകൾ, സേവനങ്ങൾ എന്നിവയുടെ വ്യക്തികളുടെ പ്രവേശനത്തെയാണ് സാമ്പത്തിക സാഹചര്യങ്ങൾ രൂപപ്പെടുത്തുന്നത്. എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് അലിയൻസേഷൻ. മുതലാളിത്തത്തിന്റെ കീഴിൽ തൊഴിലാളി വർഗം അനുഭവിക്കുന്ന ചൂഷണത്തെയും അന്യവൽക്കരണത്തെയുമാണ് ഉപഭോഗ വർഗങ്ങൾ അടയാളപ്പെടുത്തുന്നതെന്ന് മാർക്സ് സിദ്ധാന്തം പറയുന്നു. മുതലാളിമാർ തൊഴിലാളികളുടെ അധ്വാനത്തെ സൃഷ്ടിക്കുന്നതിന് അതിൽ നിന്നും ലഭിക്കുന്ന ഉച്ച മൂല്യത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കുകയും അവർ ഉൽപ്പാദിക്കുന്ന മൂല്യത്തെക്കാൾ കുറഞ്ഞ വേതനം നൽകുകയും ചെയ്യുമ്പോൾ ചൂഷണം സംഭവിക്കുന്നു എന്നാണ് മാർക്സ് തന്റെ തിയറിയിലൂടെ പറയുന്നത്. ഇനീക്വാളിറ്റി ആൻഡ് ക്ലിയർ കോൺഫ്ലിക്റ്റ്. ഉപഭോഗ വർഗത്തിൽ നിലനിൽക്കുന്ന അസമത്വത്തെയും വർഗ സംഘർഷത്തെയും മാർക്സിസ്റ്റ് സിദ്ധാന്തത്തിൽ ഉയർത്തിക്കാട്ടുന്നു. വിഭവങ്ങളുടെയും ഉൽപാദന ഉപാധികളുടെയും മേലുള്ള ബൂർഷ്വാസിയുടെ നിയന്ത്രണം അവരെ ആധിപത്യം നിലനിർത്താനും സാമൂഹ്യ സാമ്പത്തിക അസമത്വങ്ങൾ നിലനിർത്താനും പ്രാപ്തരാക്കുന്നതാണ്. പിന്നെ പറയുന്നത് മുതലാളിത്തത്തിന് കീഴിൽ ഉപഭോഗ വർഗത്തെ നിയന്ത്രിക്കുന്നതിന് ഒരു ചരക്ക് ഫെറ്റിഷൻ എന്ന് വെച്ചാലും മാർക്സിസ്റ്റ് പറയുന്നത് അതിൽ ആളുകൾ ഉൽപ്പന്നങ്ങൾക്ക് അവരുടെ ഉപയോഗ മൂല്യത്തിന് പകരം അവരുടെ വിനിമയ മൂല്യത്തെ അടിസ്ഥാനമാക്കി സാമൂഹ്യ മൂല്യം നൽകുന്നു എന്നതാണ്. അപ്പൊ പിന്നെ അടുത്ത് പറയുന്ന തിയറി വെബറിന്റെ തിയറിയാണ്. അദ്ദേഹം പറയുന്നത് ഫസ്റ്റ് പറയുന്നത് സോഷ്യൽ ക്ലാസ് ആണ്. സാമ്പത്തിക സ്ഥാനം, സാമൂഹ്യ പദവി, അധികാരം എന്നിവ ഉൾക്കൊള്ളുന്ന സോഷ്യൽ ക്ലാസ് എന്ന ആശയം വെബർ അവതരിപ്പിച്ചത്. ഉൽപാദന ഉപാധികളുടെ ഉടമസ്ഥയിൽ മാർക്സിന്റെ ഊന്നലിൽ നിന്നും വ്യത്യസ്തമായാണ് വെബറിന്റെ സിദ്ധാന്തമുള്ളത്. വ്യക്തികളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ, അന്തസ്സ്, രാഷ്ട്രീയ സ്വാധീനം എന്നിവയാൽ സാമൂഹ്യ വർഗങ്ങളെ നിർവചിക്കുന്നുവെന്ന് വെബർ വാദിച്ചു. സാമ്പത്തിക വിവാദങ്ങൾ എന്നത് ഒരു വ്യക്തിയുടെ സമ്പത്ത്, വരുമാനം, ഭൗതിക വസ്തുക്കളോടുള്ള പ്രവേശനം എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. സാമൂഹ്യ പദവി ഒരു വ്യക്തിയുടെ സാമൂഹ്യ നില, പ്രശസ്തി, സമൂഹത്തിനുള്ളിൽ അംഗീകാരം എന്നിവയൊക്കെയാണ് പ്രതിനിധീകരിക്കുന്നത്.
കൺസപ്ഷൻ ആൻഡ് സോഷ്യൽ സാറ്റിസ്ഫിക്കേഷൻ. ഉപഭോഗ രീതികൾ സാമ്പത്തിക സ്രോതസ്സുകളെ മാത്രമല്ല സാമൂഹ്യവും സാംസ്കാരികമായ മൂല്യധനത്തെയും പ്രതിഫലിപ്പിക്കുന്നുവെന്ന് വെബർ ഊന്നി പറയുന്നു. ഉപഭോഗ ക്ലാസുകൾ രൂപപ്പെടുന്നത് വ്യക്തികൾക്ക് അവരുടെ സാമൂഹ്യ നിലയും വ്യക്തിഗതയും പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു കഴിവായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹം പറയുന്നത് വെബറിന്റെ തിയറിയുടെ മെയിൻ പ്രത്യാഘാതങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് ഉപഭോഗം സാമൂഹ്യ സർട്ടിഫിക്കേഷൻ ഒരു ഉപാധിയായിട്ട് നിലനിൽക്കുന്നു. വ്യക്തികൾ അവരുടെ സാമൂഹ്യ നിലയും വ്യക്തിഗതയും പ്രകടിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഉപഭോഗ ക്ലാസുകൾ സാമൂഹ്യ അസമത്വത്തിനെയും ബഹുത്വ സ്വഭാവത്തെയുമാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇനി അടുത്തത് സാമൂഹ്യ സ്രോതസ്സുകൾക്കപ്പുറം സാമൂഹ്യവും സാംസ്കാരിക ഘടകങ്ങൾ ഉപഭോഗ വിഭവങ്ങളെ സ്വാധീനിക്കുന്നു. ഉപഭോഗം തിരഞ്ഞെടുപ്പുകൾ സമ്പ്രദായങ്ങൾ രൂപപ്പെടുത്തുന്നതിന് സാമൂഹ്യ നില, പ്രശസ്തി, സാംസ്കാരിക മൂല്യം എന്നിവ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. സാംസ്കാരിക വിനിമയം, കഴിവുകൾ, മുൻഗണനകൾ എന്നിവ ഉപഭോഗ ക്ലാസുകളുടെ രൂപീകരണത്തിന് എങ്ങനെ സംഭാവന ചെയ്യുന്നത് എന്ന് സാംസ്കാരിക മൂല്യ സിദ്ധാന്തം പരിശോധിക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത നോക്കുന്നത് ഇപ്പൊ ഈ പറഞ്ഞ 3 പോയിന്റ് ആണ് വെബറിന്റെ വെബർ തിയറിയുടെ പ്രത്യാഘാതങ്ങളായിട്ട് പറയുന്നത്. നമ്മൾ നോക്കുന്നത് കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് സോഷ്യൽ ക്ലാസ് ആണ്. ഉപഭോഗ പെരുമാറ്റം സാമൂഹ്യ വർഗവുമായി ആയത്തിൽ ചേർന്നിരിക്കുന്ന ഒന്നാണ്. ഇതൊരു വ്യക്തിയുടെ സാമ്പത്തിക, സാമൂഹ്യ, സാംസ്കാരിക ഗുണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹ്യ ശ്രേണിയിലെ സ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഉപഭോഗ രീതികളും മുൻഗണനകളും രൂപപ്പെടുത്തുന്നതിൽ സോഷ്യൽ ക്ലാസ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. വ്യക്തികൾ വിവിധ വാങ്ങൽ തീരുമാനങ്ങളിൽ ഉപഭോഗ രീതികളും എങ്ങനെ ഏർപ്പെടുന്നു, അത് എങ്ങനെ സ്വാധീനിക്കുന്നതാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. വ്യക്തിയെ വാങ്ങാൻ തിരഞ്ഞെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ, അവർ ഇഷ്ടപ്പെടുന്ന ബ്രാൻഡുകൾ, അവർ സ്വീകരിക്കുന്ന ഉപഭോഗ സ്വഭാവം എന്നിവയെല്ലാം ഒരു ഉപഭോഗ പെരുമാറ്റത്തെ സാരമായ രീതിയിൽ തന്നെ സ്വാധീനിക്കുന്നുണ്ട്. ഇനി അടുത്ത കൺസ്യൂമർ ക്ലാസസ് ആൻഡ് ഗ്ലോബൽ മാർക്കറ്റിംഗ്. ആഗോളവൽക്കരണം എന്നത് വിവിധ രാജ്യങ്ങളുടെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് സാമൂഹ്യപരമായിട്ടും സാംസ്കാരികപരമായിട്ടും കൂടിച്ചേർന്നതാണ്. ആശയങ്ങളും തത്വങ്ങളും സംസ്കാരങ്ങളും ചടങ്ങുകളും ഇതിലൂടെ വ്യക്തികൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഇവിടെ വ്യക്തികൾ ആഗോളവൽക്കരണത്തിൽ സ്വാധീനിക്കപ്പെട്ട ഒരു ഘടകങ്ങളാണ്. വ്യക്തികൾ തങ്ങളുടെ കൈവശമുള്ള വസ്തുക്കൾ വിൽക്കാനും തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനും തങ്ങൾക്ക് ആവശ്യമായ വസ്തുക്കൾ വാങ്ങുന്നതിന് വേണ്ടി ആഗോള മേഖലയെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. തനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ആഗോളവൽക്കരണ മേഖലയിലെ നേട്ടങ്ങളെ കൈവരിക്കാനാണ് ഓരോ ജനങ്ങളും ആഗോളവൽക്കരണ മേഖല തിരഞ്ഞെടുക്കുന്നത്. സാമൂഹ്യ അസമത്വങ്ങൾ, വംശം, ലിംഗം എന്നിവ പേരിൽ വിവേചനവും ഇവിടെ കുറവാണ്. വിവിധ സാംസ്കാരിക ചുറ്റുപാടുകളിലുള്ള വ്യക്തികൾ തമ്മിലുള്ള സാമൂഹ്യ ഇടപെടലുകൾ പലപ്പോഴും പുതിയൊരു സംസ്കാരത്തെ രൂപപ്പെടുന്നതിനും മറ്റൊരു സംസ്കാരത്തെ വിനിയോഗത്തിനു വേണ്ടി തുറക്കപ്പെടുന്നുണ്ട്. ഓരോ രാജ്യവും മറ്റു രാജ്യത്തിന്റെ വിഭാഗങ്ങൾ വാങ്ങുകയും അവിടെ വിൽക്കുകയും ചെയ്യുന്നതിലൂടെ രാജ്യത്തെ ഒരു സൗഹൃദ മനോഭാവവും നിലനിൽക്കാൻ ആഗോളവൽക്കരണത്തിന് സാധിച്ചിട്ടുണ്ട്. ചില ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഒരു രാജ്യത്തിൽ മറ്റൊരു രാജ്യത്തിൽ കയറ്റുമതി ചെയ്യുകയും മറ്റു രാജ്യങ്ങളിലെ വസ്തുക്കൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യുന്നത് ഇത്തരം വിപണിയുടെ നേട്ടങ്ങൾ കൊണ്ടാണ്. ഇനി അടുത്ത പോയിന്റ് നോക്കാം, എക്കണോമിക് ഡോമിനേഷൻ ആണ്. സാമ്പത്തിക ആധിപത്യം എന്നത് കുറച്ച് പ്രബലമായ ഒരു സ്ഥാപനങ്ങളുടെ രാജ്യങ്ങളുടെയും കൈകളിൽ സാമ്പത്തിക ശക്തിയുടെ നിയന്ത്രണവും കേന്ദ്രീകരണത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ അധികാര കേന്ദ്രീകരണം സമൂഹത്തിൽ വിവിധ സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ വശങ്ങളിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സാമ്പത്തിക ആധിപത്യത്തിന്റെ ഒരു വശം വൻകിട ബഹുരാഷ്ട്ര കുത്തകയും ആധിപത്യത്തെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. സാമ്പത്തിക ആധിപത്യത്തിന്റെ ഒരു ഉദാഹരണമാണ് സാങ്കേതിക വ്യവസായത്തിന്റെ ഉന്നമനം. ഉൽപ്പന്നം വികസനം, വില നിർണയം, വിപണിയുടെ സമ്പ്രദായം എന്നിവയിൽ കാര്യമായ നിർണയത്തോടെ ആപ്പിൾ, ഗൂഗിൾ, ആമസോൺ തുടങ്ങിയ കമ്പനികൾ വിപണിയിലെ പ്രബലമായ ഒരു സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട്. അവരുടെ ആധിപത്യം അവരുടെ വ്യവസായ നിലവാരം സ്ഥാപിക്കാനോ ഉപഭോഗ പെരുമാറ്റത്തെ സ്വാധീനിക്കാനോ മത്സരത്തെ അടിച്ചമർത്താനോ അനുവദിക്കുന്നുണ്ട്. ഈ അധികാര കേന്ദ്രീകരണം സാമ്പത്തിക ഭൂപ്രകൃതിയെ ബാധിക്കുന്നത് മാത്രമല്ല സാമൂഹ്യ അസമത്വങ്ങളിലേക്കും വിഭവങ്ങളിലേക്കുള്ള പ്രവേശനത്തെയും സാരമായ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. പിന്നെ അടുത്ത് നോക്കണേ എക്കണോമിക് ഡോമിനേഷൻ കൺസ്യൂമർ ക്ലാസസ് ആണ് അടുത്ത പോയിന്റ്. അതിൽ ഫസ്റ്റ് പറയുന്നത് കൺസ്യൂമർ പെർഫോമൻസ് ആണ്. ലഭ്യമായ പ്രൊമോഷൻസിന്റെ അതിന്റെ ഉപയോഗം ഉൽപ്പന്നങ്ങളുടെയും ഉപയോഗത്തിന്റെയും തോതിനെ വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഉൽപ്പന്നങ്ങൾ ഒരു ബ്രാൻഡ് രൂപീകരിക്കുന്നതും വിപണിയിലെ മാറ്റങ്ങൾക്കും കാരണമാകുന്നു. മറ്റു സാധനങ്ങൾ കൂടുതലും ബ്രാൻഡ് ഇനങ്ങൾ പെട്ടെന്ന് വിൽക്കപ്പെടുന്ന ഒന്നാണ്. ഒരു വ്യക്തിക്ക് തന്റെ അഭിമാനം നിലനിർത്തുന്നതിനുള്ള ഒരു മാനദണ്ഡമായിട്ടാണ് ഇത്തരം ബ്രാൻഡ് ഉൽപ്പന്നങ്ങളെ കാണുന്നത്.
ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ സാമ്പത്തിക ആധിപത്യത്തെ കുറിച്ചാണ് പറയുന്നത്. സാമ്പത്തിക ആധിപത്യം വിഭവങ്ങളിലേക്കുള്ള പ്രവേശനത്തെ ബാധിക്കുന്നു. ഇത് വിവിധ സാമൂഹ്യ ഗ്രൂപ്പുകൾക്കിടയിലും ഉപഭോഗ രീതികളെ സ്വാധീനിക്കുകയാണ് ചെയ്തത്. ആവശ്യ ചരക്കുകളും സേവനങ്ങളും ഉൾപ്പെടെയുള്ള വിഭവങ്ങളുടെ വിതരണത്തെയും ലഭ്യതയും പ്രബലമായ സാമ്പത്തിക ശക്തികൾ പലപ്പോഴും നിയന്ത്രിക്കുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടതോ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതോ ആയ ഉപഭോഗ വിഭാഗങ്ങൾക്ക് ലഭ്യമായ ഓപ്ഷനുകളും അവസരങ്ങളും ഇത് പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് എക്കണോമിക് ഡോമിനേഷൻ ആൻഡ് പബ്ലിക് ഇംപ്ലിക്കേഷൻസ്. സാമ്പത്തിക ആധിപത്യം എന്നത് കുറച്ച് പ്രബലമായ സ്ഥാപനങ്ങളുടെ രാജ്യങ്ങളുടെ കൈകളിൽ സാമ്പത്തിക ശക്തികളുടെയും നിയന്ത്രണത്തിന്റെയും കേന്ദ്രീകൃതത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ അധികാര കേന്ദ്രീകരണം ആഗോള വിപണികളും ഉപഭോക്തൃ വർഗങ്ങളിലും ആഴത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. അവയുടെ ചലനാത്മകതയും ഫലങ്ങളെയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. വിവിധ സാമൂഹ്യ ഗ്രൂപ്പുകൾക്കിടയിൽ ഉപഭോഗ മുൻഗണനകൾ, വിഭവങ്ങളിലേക്കുള്ള പ്രവേശനം, ഉപഭോഗ രീതികൾ എന്നിവയിൽ പ്രബലമായ സാമ്പത്തിക ശക്തികൾ കാര്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇന്നത്തെ ആഗോളവൽക്കരണ ലോകത്ത് വൻകിട ബഹുരാഷ്ട്ര കുത്തകൾ സമ്പദ് വ്യവസ്ഥയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കോമ്പറ്റീഷൻ പോളിസി. ന്യായങ്ങളും നിയന്ത്രണങ്ങളും കുത്തക സമ്പ്രദായങ്ങൾ തടയാനും ന്യായമായ വിപണി മത്സരം പ്രോത്സാഹിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. വിശ്വാസ നിയമങ്ങൾ നടപ്പിലാക്കുക, ലയനങ്ങളും ഏറ്റെടുക്കലുകളും നിരീക്ഷിക്കല്, എല്ലാ വലിപ്പത്തിലുമുള്ള ബിസിനസ്സുകളും ഒരു ലൈൻ പ്ലേയിങ് ഫീൽഡ് ഉറപ്പാക്കൽ എന്നിവയാണ് ഇതിലൂടെ പറയുന്നത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. ഉപഭോഗ സംരക്ഷണവും നിയമങ്ങളും ചട്ടങ്ങളും ശക്തിപ്പെടുത്തുന്ന ഉപഭോക്താക്കളുടെ അവകാശങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. സുതാര്യമായ വില നിർണയം, കൃത്യമായ ഉൽപ്പന്നങ്ങളുടെ വിവരങ്ങൾ, ന്യായമായ കരാർ വ്യവസ്ഥകൾ എന്നിവയാണ് ഇതിലൂടെ നടപ്പിലാക്കുന്നത്. അടുത്തത് ന്യായമായ വ്യാപാര സമ്പ്രദായങ്ങളും ധാർമ്മിക ഉറവിടങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ സാമ്പത്തിക ആധിപത്യത്തിന്റെ ചൂഷണങ്ങൾ, വശങ്ങൾ എന്നിവ പരിഹരിക്കാൻ കഴിയും. ന്യായമായ വ്യാപാര സർട്ടിഫിക്കേഷനെ പിന്തുണക്കുന്ന സുസ്ഥിര ഉൽപാദന രീതികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും തൊഴിലാളികളെ അവകാശങ്ങളും ന്യായമായ വേതനത്തിനു വേണ്ടിയും വാദിക്കുന്നതാണ് ഇത്തരം സംരംഭങ്ങൾ നിലനിൽക്കുന്നത്. സാമൂഹ്യ ആസൂത്രണം ധാരാളം നിയന്ത്രണങ്ങൾ നിലനിർത്തുന്നുണ്ട്. അതിൽ ചിലതാണ് മാർക്കറ്റ് റെഗുലേഷൻ. സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലയുടെ മേൽനോട്ടം വഹിക്കുന്ന സമഗ്രമായ നിയന്ത്രണവും ചട്ടക്കൂടവും സ്ഥാപിക്കുന്ന ഒരു സാമ്പത്തിക ആധിപത്യത്തിന്റെ പ്രതികൂല ഫലങ്ങൾ ലഘൂകരിക്കാനാണ് ഇത് സഹായിക്കുന്നത്. വില നിർണയ സംവിധാനങ്ങൾ നിരീക്ഷിക്കല്, വിപണി കൃത്യമായി തടയല്, പ്രബലമായ സ്ഥാപനങ്ങൾ ന്യായമായ ബിസിനസ് രീതികൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കലൊക്കെ ഇതിലൂടെയാണ്. ഫിനാൻഷ്യൽ റെഗുലേഷൻ. സാമ്പത്തിക നിയന്ത്രണങ്ങളെ ശക്തിപ്പെടുത്തുന്ന പ്രബലമായ സാമ്പത്തിക ശക്തിയുടെ സ്വാധീനം തടയാൻ സഹായിക്കുന്നു. പ്രത്യേകിച്ച് ആഗോള ധനകാര്യ മേഖലയിൽ ഊഹക്കച്ചവട സമ്പ്രദായങ്ങൾ നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്ന നടപടികൾ നടപ്പിലാക്കുക, വിപണി തകർച്ചയെ തടയുക, ഉത്തരവാദിത്തമുള്ള വായ്പകളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവ സാമ്പത്തിക ശക്തിയുടെ കേന്ദ്രീകരണത്തിന് സാമ്പത്തിക സ്ഥിരത വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നതാണ്. ഇനി കോപ്പറേറ്റീവ് ആൻഡ് ഗവൺമെന്റ്. കോപ്പറേറ്റീവ് പ്രവർത്തനങ്ങളുടെ കൂടുതൽ വെളിപ്പെടുത്തൽ, ഓഹരി ഉടമകളുടെ അവകാശ സംരക്ഷണം, ബിസിനസ് പെരുമാറ്റുന്ന ധാർമ്മിക മാനദണ്ഡങ്ങൾ എന്നിവ ആവശ്യമായ നിയമങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. അന്താരാഷ്ട്ര സഹകരണം ആധിപത്യവുമാണ് ഇവിടെ നിലനിൽക്കുന്നത്. പിന്നെ അടുത്ത് പറയുന്നത് ബഹുമുഖ കരാറുകളുടെയും സംഘടനയും അന്താരാഷ്ട്ര സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നത് സാമ്പത്തിക ആധിപത്യത്തോടുള്ള യോജിപ്പും പ്രതികരണവും സുഖകരമാക്കുന്നു. രാജ്യങ്ങളുടെയും സംഭാഷണം വളർത്തുക, മികച്ച രീതിയിൽ പങ്കിടുക, ആഗോള വിപണികളും ഉപഭോക്തൃ ക്ലാസുകളെയും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂട്ടായി അഭിസംബോധന ചെയ്യുക എന്നൊക്കെയാണ് ഈ ഒരു പോയിന്റിൽ അർത്ഥമാക്കുന്നത്. ഇനി ഡെവലപ്മെന്റ് ഐഡന്റിറ്റി, കപ്പാസിറ്റി ബിൽഡിംഗ്. സാമ്പത്തികമായി ശക്തി കുറഞ്ഞ രാജ്യങ്ങൾ സഹായവും ശേഷി വർദ്ധിപ്പിക്കുന്നതിനും പിന്തുണയും നൽകുന്ന സാമ്പത്തിക ആധിപത്യം ഉയർത്തുന്നതിന് വെല്ലുവിളി മറികടക്കാനും അവരെ സഹായിക്കുന്നതാണിത്. അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാങ്കേതിക വിദ്യയിലെ മാറ്റം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് ഈ യൂണിറ്റിൽ ചർച്ച ചെയ്തിട്ട് ഗ്ലോബൽ മാർക്കറ്റും അതിന്റെ സവിശേഷതയും അതിന്റെ സ്കോപ്പും അതിൽ വരുന്ന ഫാക്ടേഴ്സും പിന്നെ കൺസ്യൂമർ ക്ലാസസ് അതിൽ തിയറീസ് കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അടുത്ത യൂണിറ്റിൽ കാണാം. താങ്ക് യു.